പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റബീഉൽ അവ്വൽ സമാഗതമാവുകയാണല്ലോ. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനും എഴുതാനും പ്രചരിപ്പിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. എന്തുകൊണ്ടെന്നാൽ സർവ്വലോകങ്ങൾക്കും കാരുണ്യമായിട്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് നബിയെ ഞാൻ അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കുകയും ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയും മറ്റുള്ളവരിലോട്ട് എത്തിക്കുകയും ചെയ്യൽ തിരുഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഏതൊരു മുഅ്മിനും ബാധ്യതയുള്ളൊരു കാര്യമാണ്. ഒരു പ്രത്യേക മാസമോ പ്രത്യേക സമയമോ പ്രത്യേക ദിവസമോ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ വേണ്ടിയില്ല. പക്ഷേ വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ ആ മാസത്തിനെ നമ്മൾ പരിഗണിക്കണം. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്തത് പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വലാണ്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ച ദിവസത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടതെന്നും നമുക്ക് ചരിത്രത്തിലൂടെ അറിയാം. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് പാരായണം ചെയ്യാനും ആ സന്തോഷങ്ങളിൽ പങ്കുചേരാനും ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിന് ഉന്നതമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദ്.